ഐശ്വര്യലക്ഷ്മി കഴിഞ്ഞ ദിവസം ജോയി ആലുക്കാസിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നിലവിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പ്രമുഖ താരമായിട്ടുള്ള ഒരു നടിയാണ് ഐശ്വര്യലക്ഷ്മി. പേര് പോലെ കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ കാണുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നെറ്റി ചുളിക്കും. കാരണം ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ, എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു നിലവിളക്ക് കൊളുത്തൽ. അതുമാത്രമല്ല, അതിനുശേഷം പുള്ളിക്കാരത്തിയുടെ ഒപ്പം സെൽഫി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് ഇങ്ങനെ മറച്ചു പിടിക്കുന്നു. എന്തിനാണ് അങ്ങനെ മറച്ചു പിടിക്കുന്നത്? ഇവർ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ അറിയാമായിട്ടും മാന്യമായിട്ടല്ലാത്ത ഒരു ഡ്രസ്സും ധരിച്ച്, അവരുടെ ഇഷ്ടമാണ് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അങ്ങനെ മറിച്ച് പിന്നീട് അത് ആളുകൾ കൂടുമ്പോഴത്തേക്കിന് അവർ അടുത്തേക്ക് ചെന്നൊരു സെൽഫി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ മറച്ചു പിടിക്കുന്നത്? അപ്പോൾ അവർക്കറിയാം അത് മോശമായ പ്രവൃത്തിയാണ് താൻ കാണിച്ചിരിക്കുന്നത്, തൻ്റെ വസ്ത്രം അത്ര നല്ല സെറ്റപ്പ് ഉള്ളതല്ല എന്നവർക്കറിയാം. അറിയാമായതുകൊണ്ടാണ്. പക്ഷേ നിലവിളക്ക് കൊടുക്കാൻ വന്നപ്പം ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ്, ഇവരൊക്കെ ഇപ്പോഴുള്ള ഈ ഇങ്ങനെയുള്ള നടിമാർ, പുതിയതായിട്ട് പൊട്ടിമുളച്ച് വന്നിരിക്കുന്ന കുറേ പ്രമുഖരുണ്ട്. അന്ന രാജന, ഹണി റോസ്, അതുപോലെ രേണു സുധി, ഇപ്പം വന്നിരിക്കുന്ന ഈ ഐശ്വര്യലക്ഷ്മി, ഇതൊക്കെ പുതിയതായിട്ട് വന്നിറങ്ങിയിരിക്കുന്ന കുറേ എണ്ണങ്ങളാണ്. അങ്ങനെയുള്ളവരൊക്കെ ഓർക്കുന്നത് ഇവരൊക്കെ മെയിൻ ആകാം അല്ലെങ്കിൽ റീച്ച് ആകാം എന്നൊക്കെ കരുതണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ മാത്രമേ ക്യാമറ കണ്ണുകൾ അതൊക്കെ ഒപ്പിയെടുക്കുകയുള്ളൂ. എന്നിട്ട് വേണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ആളാവാൻ, റീച്ച് ആവാൻ എന്നൊക്കെയാണ് ഇവർ കരുതുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇതുപോലുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ഇനാഗ്രേഷൻ പരിപാടികൾക്ക് ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരിക എന്നുള്ളത് ഇവരിപ്പോൾ അതൊരു ഇങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പം ഹണിറോസിൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് വന്നിരിക്കുകയാണ് പല ആളുകളും. ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ ഇനിയിപ്പം കൂടുതൽ ഇനാഗ്രേഷൻ പരിപാടികൾ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇവരെ കൊണ്ട് ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ട്, ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് വേണ്ടിയിട്ട് അർപ്പതിച്ച് പോകുന്ന പ്രവൃത്തി കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അതുപോലെ തന്നെ ഭാവന വരുന്നു. ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വേഷം ഒന്ന് ഡ്രസ് ചെയ്യണം. അവർ ഒന്ന് അവരുടെയൊക്കെ വേഷം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത്രയും നല്ല മാന്യമായിട്ട്, എത്രയോ ഇവരെക്കാളുമൊക്കെ അറിയപ്പെടുന്ന പ്രമുഖ താരങ്ങളാണ് അവരൊക്കെ. മഞ്ജു വാര്യർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു ഡ്രസ്സ്, അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ ഓരോരുത്തർ തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ എന്ത് എന്നായാലും അവരുടെ ആ ഒരു മാന്യത, അവരിടുന്ന ആ ഒരു വസ്ത്രം സെലക്ട് ചെയ്യുന്ന ആ ഒരു അത് ഒരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്രയും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരെത്രയോ ജനങ്ങളുടെ അവരെ ഒരുപാട് ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും വലിയൊരു പ്രമുഖ താരം കൂടിയാണ്. എന്നിട്ട് പോലും അവർക്ക് വേണമെങ്കിലും ഒരു ഇതുപോലൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വേണമെങ്കിൽ വരാവുന്നതാണ്. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു മാന്യതയുണ്ട്. അവരുടെ ആ ഒരു ഇതിന് ചേരുന്ന രീതിയിലുള്ള സാരിയൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ധരിച്ച് നല്ല ടിപ്പായിട്ട് അവർ വരുന്ന ആ ഡ്രസ്സിൽ തന്നെ അങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല വരുന്നത്. കഴിഞ്ഞ ദിവസം ഭാവന വന്നിരിക്കുന്നതും കണ്ടു ഒരു പ്രോഗ്രാമിൽ. അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഭാവനയും കൂടെ വന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്ന ആ പ്രോഗ്രാമിൽ പോലും രണ്ടുപേരും സാരിയൊക്കെ ഉടുത്ത് നല്ല ഇതായിട്ട്, കാണുമ്പോൾ തന്നെ നല്ലൊരു മലയാളി തനിമയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം വരുന്ന പൊട്ടിമുളച്ച കുറച്ച് അവതാരങ്ങളുണ്ട്. അവർ കരുതുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറിടവും ഒക്കെ തുടയും ഒക്കെ കാണിച്ചാൽ മാത്രമേ അവർക്കിനിയും കൂടുതൽ ഇനാഗ്രേഷൻ പരിപാടികൾ, ഇതുപോലുള്ള പരിപാടികൾ കിട്ടുകയുള്ളെന്നും ആളുകൾ അത് മയങ്ങി പുരുഷന്മാരൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടുകയും ഇവരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഇപ്പം വരുന്ന ഈ പുതിയ അവതാരങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഏറ്റെടുക്കുന്നതായിട്ട് തോന്നുന്നത്. ഇപ്പം ഇനാഗ്രേഷൻ എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഇപ്പം ഒരു ശരീര പ്രദർശനം കൂടെ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പം അന്നാരാജനൊക്കെ പങ്കെടുക്കുന്ന പരിപാടി എന്ന് കാണുമ്പോൾ അവിടെ ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു ഇനാഗ്രേഷൻ അതല്ല സംഭവം. ആളുകൾക്ക് ഈ അന്നാരാജനെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ളൊരു രീതിയാണ്. ഹണി റോസ്, അതുപോലെ തന്നെ രേണു സുധി, ഇവരൊക്കെ പങ്കെടുക്കുന്ന ഇനാഗ്രേഷൻ പരിപാടികളുടെ സവിശേഷത എന്ന് പറയുന്നത് അവർ ധരിക്കുന്ന ആ ഒരു വസ്ത്രം, ശരീര പ്രദർശനം, ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ്
പുരുഷന്മാർ തടിച്ചു കൂടുന്നത്. ഇവിടെ സ്ത്രീകളെക്കാളും കൂടുതൽ വായു വെള്ളവും ഒലിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പുരുഷന്മാരാണ്. ഇങ്ങനെയുള്ള പരിപാടി കാണാൻ വേണ്ടിയിട്ട്, ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഇവരുടെ വേഷം കാണാൻ വേണ്ടിയിട്ട്, ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും ഇട്ട് വന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പേര് തടിച്ചു കൂടാറുണ്ട്. പക്ഷേ ഇത് കുറേയൊക്കെ ഇവരുടെ വെച്ചുകെട്ടലാണെന്നുള്ള കാര്യം പൊട്ടന്മാരായിട്ടുള്ള പുരുഷന്മാർ മനസ്സിലാകുന്നില്ല. ഇപ്പം നമുക്കറിയാം, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും വലിപ്പം കുറവുണ്ടെങ്കിൽ വലിപ്പം കൂട്ടുന്ന രീതിയിലും ഒക്കെയുള്ള രീതിയിലുള്ള സാമഗ്രികളൊക്കെ ഇപ്പം സുലഭമായിട്ട് മാർക്കറ്റിൽ ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കെട്ടിയാണ് അവരുടെ ബോഡി ഷേപ്പൊക്കെ കാണിക്കുന്ന രീതിയിൽ, ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന, എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇവർ വരുന്നത്. ഇതൊക്കെ കുറേയൊക്കെ വെച്ചുകെട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വന്ന് അന്തം വിട്ട രീതിയിൽ വന്ന് ഇങ്ങനെ വലിയ ഇതിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവർ ഇത് മുതലെടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഇതുപോലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് ഇനാഗ്രേഷനൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ തടിച്ചു കൂടുകയും ഇന്ന ആൾ വന്നേക്കുന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ കരുതി ഒരുപാട് ആളുകൾ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഇപ്പം ഇനി ഇനാഗ്രേഷൻ പരിപാടികളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം കൂടുതലും വിളിച്ച് ഇവരെ വരുത്തുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം, പഴയകാല നടിമാരായ രേവതി, ശോഭന ഇവരൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല ശാലീന സുന്ദരികളായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഇതിലായിട്ടാണ് അവരൊക്കെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ കാലത്തെ ഉള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പം വന്നിരിക്കുന്ന പുതിയ താരങ്ങൾക്ക്. പുതിയതായിട്ട് വന്നിരിക്കുന്ന 1-2 സിനിമയിലൊക്കെ അഭിനയിക്കും. അത് കഴിയുമ്പോൾ അത്ര വലിയ ഇതിലായിട്ടൊന്നും അവർ പോകാതെ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് ഇനാഗ്രേഷൻ പരിപാടിയായി. പിന്നീട് ഒന്നെങ്കിൽ സബ്സ്ക്രിപ്ഷന്, മെമ്പർഷിപ്പ് ലൈവുകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇനാഗ്രേഷൻ പരിപാടികൾ, ഇതിലേക്കാണ് തിരിയുന്നത്. അതൊക്കെ ശരീര പ്രദർശനം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നിട്ട് ഇപ്പം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് കാണിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കിന് ആളുകൾ തടിച്ചു കൂടുകയും, അല്ലെങ്കിൽ ഇവരുടെ ലൈവുകൾ കാണാനും, അതുപോലെ ഇനാഗ്രേഷൻ പരിപാടികളിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആളുകൾക്ക് വളരെ ഉത്സാഹമാവും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഉരുമ്പിട്ട് ഇറങ്ങി നടക്കുന്ന കുറേ എണ്ണങ്ങൾ വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ കാണുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷേ അവർ ആ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന് നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ അത്രയും ഭാഗം അവർ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടി ഡ്രസ്സ് ധരിച്ച് വന്നിരിക്കുന്നത്. എന്നിട്ട് സെൽഫി എടുക്കാൻ വരുമ്പോഴത്തേക്കിന് ഈ മറച്ചു പിടിക്കുന്നു. അതെന്തിൻ്റെ പ്രഹസനമാണ്, അത് അവർക്ക് തന്നെ അറിയാം. എന്നിട്ടും ഇതിങ്ങനെ കാണിക്കുന്ന ഒരു പ്രഹസനമായിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.